ഇന്നത്തെ സ്പെഷ്യൽ ഒരു താറാവ് കറിയാണ്. ആ താറാവ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും ഒരു കൊച്ചിക്കാരി തന്നെയാണ്. ഇതെൻ്റെ കൂട്ടുകാരത്തി മേഴ്സിയാണ്. മേഴ്സിയുടെ കയ്യിൽ നിന്നാണ് ഈ റെസിപ്പി ഞാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് കൊച്ചിയിലെ മിക്ക വിഭവങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റിയത്. പാചകത്തിൽ മാത്രമല്ല, അതിൻ്റെ അളവുകളുടെ കാര്യത്തിലും ഒക്കെ കൃത്യമാണ്. ഒരു 50 പേർക്ക് വേണ്ട ഭക്ഷണം പറഞ്ഞാൽ അതിന് എത്ര ബീഫ് വേണം, അതിന് എത്ര സവോള വേണം, എത്ര മല്ലിപ്പൊടി വേണം, ഇതെല്ലാം കൃത്യമായിരിക്കും ഇവൾക്ക്. അപ്പോൾ ഇന്ന് മേഴ്സി സ്പെഷ്യൽ താറാവ് കറി നമുക്ക് കാണാം കേട്ടോ. 2 താറാവാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ഇഞ്ചി ചെറുതായിട്ടൊരു കഷ്ണം അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി, 4-5 പച്ചമുളക്, 2 സവോള, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാൻ ഒരു വിസിലടിച്ചിട്ട് 20 മിനിറ്റ് അത് ഇട്ടിട്ടാണ് വേവിച്ചേക്കണത്. താറാവിൻ്റെ വേവ് വളരെ പ്രധാനമാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള മസാല ഇവിടെ തയ്യാറാക്കാം. ഇതിലേക്ക് 2 സ്പൂൺ പെരിഞ്ചീരകം, 2 സ്പൂൺ കുരുമുളക്, 5 ഏലക്ക, 5 കറയാമ്പു, 2 കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരികയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നമ്മുടെ മസാല നല്ല കറക്റ്റായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താറാവിൻ്റെ വേവ് നോക്കാം. താറാവ് 3/4 വേവായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്. ഇനി ഞങ്ങൾ ഗ്രേവിയുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 പേരാണ് കൂട്ടുക കേട്ടോ. ഞങ്ങളുടെ 3 പേരുടെ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹായിച്ച് കൊടുക്കും. ബേബി എന്നാണ് എൻ്റെ കൂട്ടുകാരത്തിയുടെ പേര്. ഇന്ന് അവൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. ഞാൻ താമസിയാതെ തന്നെ ഒരു വീഡിയോയിൽ അവളെ കൊണ്ടുവരുന്നതാണ്. എണ്ണ ചൂടായതിലേക്ക് വേപ്പില ഇട്ട് കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ചുള വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി അതും ഇട്ട് 3-4 പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാകുകയാണ്. അതിനുശേഷം 2 സവാള നമ്മൾ ഇതിലും ഇട്ട് താളിക്കുന്നുണ്ട്. താറാവ് വേവിച്ചപ്പോഴും 2 സവാള ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു ടേസ്റ്റ് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. സവാള നന്നായിട്ട് വഴന്ന് വരാൻ കുറച്ച് സമയം പിടിക്കുക. ആ നേരത്തെ ഞങ്ങൾ കുറേ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് 2 പേരും കൂടി. ഞങ്ങളുടെ വർത്താനം കൊണ്ടാണോന്ന് അറിയില്ല, സവാള പെട്ടെന്ന് വഴന്നു വന്നു. അതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുകയാണ്. ഇതിന് ഒരുപാട് തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല, 1 ചെറിയ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഒരുപാട് പുളി താറാവിന് വേണ്ട. അരപ്പൊക്കെ ഇട്ട് അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച താറാവ് ഇതിലോട്ട് ചേർക്കുകയാണ്. ഇത് അതിൻ്റെ കൂടെ കടന്ന് ഇതിപ്പോൾ 3/4 വേവിലാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. ഈ അരപ്പിൽ കിടന്ന് ബാക്കി 1/4 ഭാഗം കൂടെ താറാവൊന്ന് നല്ലപോലെ വെന്ത് വരണം. ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് താറാവ് നല്ലപോലെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ താറാവിനും ഓരോ വേവാണ്. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന താറാവ് ഒരുപാട് മൂത്തതല്ല. അത് കാരണം തന്നെ ഈ കണക്കിൽ തന്നെ എൻ്റെ താറാവ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം ഒരു ഇത്തിരി വേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ കറി റെഡിയാക്കിയിട്ടുണ്ട്.